ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാറ്റത്തെ കിളിക്കൂടിലെ പ്രൊമോ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ നിധി വീണ്ടും വണ്ടി ഓടിക്കാൻ പഠിക്കുവാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് യേശു പുറകിലിരുന്ന് പറഞ്ഞു കൊടുക്കുവാണ്, ഏട്ടത്തി മെല്ലെ ഓടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുറ്റത്തോടി അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നികേഷ് ചോദിക്കുവാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന്. അയ്യോ വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട, എന്നെ നികേഷ് പഠിപ്പിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നിധി ഇങ്ങനെ മെല്ലെ ഓടിച്ച് പഠിക്കുവാണേ. ഓടിച്ച് പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ചാന്ദിനി വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ കാണുമ്പോൾ തന്നെ എല്ലാവരും വിളിക്കുവാണ്, ആ വീട്ടിലേക്ക് വരുമെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശേഷം ചാന്ദിനിക്ക് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്, വീടിനകത്തേക്ക് കയറ്റിയിരുത്തിയിട്ടുണ്ട്. ശേഷം പറയുവാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. എങ്ങനെയാ വീട് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ പറയുവാണ്, എൻ്റെ ഏട്ടൻ ഇതുവഴി പോയായിരുന്നു, ആ സമയത്ത് പറഞ്ഞിരുന്നു ഇവിടെയാണ് വീടെന്ന്. സമയത്ത് പറഞ്ഞിരുന്നു സുഭാഷ് ഏട്ടൻ്റെ വീട് ഇവിടെ അടുത്താണ്, അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കും അവളുടെ ഭാഷയൊന്നും മനസ്സിലാകുന്നില്ല. സുഭാഷ് ഏട്ടനും നിധിയും കൂടെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. സമയത്ത് നികേഷും ഉണ്ട്, ഹരീഷും ഉണ്ട്. നിധിയോട് അവർ പറയുവാണ്, ഞാൻ നിങ്ങളെ കുറച്ച് മലയാളം പഠിപ്പിച്ച് തരാമെന്ന്. അവർ പറയുവാണ്, ചാന്ദിനിക്ക് ഞങ്ങൾ കുറച്ച് മലയാളം പഠിപ്പിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. പറയുവാണ്, ഇത് ഗ്ലാസ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അതെയോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷിന്റെ അടുത്ത് ചാന്ദിനി ചോദിക്കുവാണ്, എങ്ങനെയാ മലയാളത്തിൽ അച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കുന്നതെന്ന്. സമയത്ത് നികേഷ് പറയുവാണ്, അത് ഞാൻ പഠിപ്പിച്ച് തരാമെന്ന്. ഈ ഒരു വിളക്കണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശേഷം ചാന്ദിനി അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞു പഠിച്ചിട്ട് ഭാസ്കരനോട് പറയുവാണ് ഒരു വിളക്കണ. സമയത്ത് ഭാസ്കരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താടി മലയാളം അറിയില്ല, എന്താ വിളക്കണ്ണ എന്ന് പറയുന്നേ. ചാന്ദിനിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അവള് വീണ്ടും പറയുവാണ്, നീ ഒരു വിളക്കണ സുഖല്ലേ എന്നാണ് അച്ഛനോട് ചോദിക്കുന്നത്. പക്ഷെ അതൊട്ടും ഭാസ്കരന് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്ക് ഹരീഷും നികേഷും അകത്തുനിന്ന് ചിരിക്കുന്നുണ്ട്. സുഭാഷും നിധിയും കൂടെ ഓടി വരുന്നുണ്ട്. എന്താടാ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. സമയത്ത് ഹരീഷ് പറയുവാണ്, അതിനിക്ക് ഇവൻ പഠിപ്പിച്ചു കൊടുത്തതാ. കുട്ടി ചോദിച്ചത് അച്ഛന് സുഖല്ലേ എന്നെങ്ങനെയാ ചോദിക്കുന്നതെന്ന്. അവൻ പഠിപ്പിച്ചു കൊടുത്തത് ഈ ഒരു വിളക്കെണ്ണ എന്നാ എന്നെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയും. പാവ ആ കുട്ടി, എന്റെ വയലിൽ നിന്നുള്ള ചീത്ത മുഴുവനും കൊള്ളിപ്പിക്കാൻ വേണ്ടി. നീ ഭാസ്കരനോട് നീ ഒരു വിളക്കെണ്ണ പറയുന്ന സമയത്ത് ഭാസ്കരനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം ഹരീഷും നിതീഷും കൂടെ നിധിയെ വണ്ടി പഠിപ്പിക്കുന്നുണ്ട്. സമയത്ത് നമ്മുടെ സുധീഷ് അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വണ്ടി പഠിച്ചു, ഞാൻ ഒരിക്കലും ഒരു റൗണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. സമയത്ത് സുധീഷ് പറയുവാണ്, ഞാൻ പഠിപ്പിച്ച് തരാമെന്ന്. അയ്യോ വേണ്ടേ, ഇവര് പഠിപ്പിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്തിനെങ്ങനെ ആട്ടി പായിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നിധിയെ നോക്കി നിൽക്കുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിധിക്ക് ഒട്ടും ഓട്ടിക്കാൻ പറ്റുന്നില്ല. വണ്ടി ഇങ്ങനെ ആടുന്നുണ്ട്. നിധി വന്നിട്ട് സുധീഷിന്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് ഓടിക്കാനൊന്നും പറ്റുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് നിധി. നേരെ സുധീഷ് ഇങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നുണ്ട്. സുധീഷ് അങ്ങനെ നേരെ പോകുന്നത് പറയുവാണ്, സുധീഷിന്റെ വണ്ടിയുടെ ഓണറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ചേട്ടാ ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അയ്യോ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ലൈസൻസ് പോലീസുകാർ വാങ്ങി വെച്ചിരിക്കുവല്ലേ. എങ്കിലേ ഇവിടുത്തെ ഡ്രൈവർമാർ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് കൂടുതൽ ഞാൻ സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ വണ്ടി നിനക്ക് തന്നാൽ അവര് എനിക്കെതിരെ കേസ് കൊടുക്കും, കാരണം നിനക്ക് ലൈസൻസ് ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സുധീഷിന് ഇങ്ങനെ വിഷമം തോന്നുന്നുണ്ട്. സുധീഷ് ആ വിഷമത്തിൽ പോകുന്നത് ബാറിലേക്കാണ്. ബാറിൽ പോയി കുടിച്ചതിന് ശേഷം നല്ല ഫിറ്റായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. സമയത്ത് നല്ല കുടിച്ചിട്ടുണ്ടല്ലോ, ദേഷ്യത്തിൽ ഗേറ്റെല്ലാം ചവിട്ടി പൊളിക്കുന്നുണ്ട്. ഫിറ്റായല്ലോ ആ രീതിയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് ഗേറ്റ് ചവിട്ടി തുറക്കുന്നുണ്ട്. ശേഷം വാതിലും ഒന്ന് അകത്തേക്ക് വരുമ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ്. ശേഷം നിധിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഉറങ്ങിക്കിടക്കുന്ന നിധിയോട് സുധീഷ് ഹായ് എന്ന് പറയുന്നുണ്ട്. നിധി ആണെങ്കിൽ പേടിച്ച് എണീക്കുന്നുണ്ട്. ഇതിൽ ഷോളൊക്കെ ഇടുന്നുണ്ട്. ചോദിക്കുവാണ്, സുധീഷ് എന്താ കാണിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ സമയത്ത് സുധീഷ് പറയുവാണ്, കുടിച്ച് ഫിറ്റായിട്ട് പറയുവാണേ, നീ എൻ്റെ ഭാര്യ. അങ്ങനെ ഈ ബഹളങ്ങളെല്ലാം കേട്ട് അവർ എണീറ്റ് വരുന്നുണ്ട്. സുഭാഷ് ഉടൻ തന്നെ സുധീഷിനോട് നിർത്തട എന്ന് പറയുന്നുണ്ട്. സുഭാഷ് എന്നിട്ട് പറയുവാണ്, കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. ദേഷ്യത്തോടെ സുധീഷിനോട് ചോദിച്ചു. സമയം സുധീഷ് ഒന്നും പറയാതെ നിൽക്കുവാണ്. കാണിക്കുന്നതെന്ന് വെച്ചാൽ നിധി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അവിടെ. ശേഷം സുഭാഷ് നിധിയുടെ ബാഗും തൂക്കി നിധിയെയും കൊണ്ട് വീട് വിട്ട് പോകുന്നു. ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റാനാണ് സുഭാഷ് പോകുന്നത്. ഈ പോകുന്നത് കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് സുധീഷ്. പോകുന്ന വിഷമത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് സുധീഷ്. ാണ് പ്രൊമോ വിശേഷമായിട്ട് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.